ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു വ്യത്യസ്തമായ ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. തന്തൂരി ചായ ചീറ്റിപ്പോയത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ മസാല ചായ ഉണ്ടാക്കാം. മസാല ചായയാണ് നമ്മൾ തന്തൂരി ചായക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുരുമുളക്, ഇഞ്ചി, ഏലക്ക ഇത്ര ഐറ്റംസ് വേണം. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 1.5 ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഇനി ഗ്യാസ് ഓൺ ആക്കി നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുകയാണ്. വെള്ളം തിളച്ചു വരുമ്പോഴേക്കും 1.5 ഗ്ലാസ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. പാല് തിളക്കുമ്പോഴേക്കും നമുക്ക് വേണ്ട ഇഞ്ചി അമ്മീമ വെച്ച് ചതച്ചെടുക്കുകയാണ്. അതിനുശേഷം ഏലക്ക ചതച്ചെടുക്കുക. എല്ലാം കഴിഞ്ഞ് നമ്മുടെ കുരുമുളക് നന്നായിട്ട് ചതച്ചെടുക്കുക. മസാല ചായക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. അപ്പോൾ തിളക്കാൻ വെച്ച പാല് പതച്ച് പൊന്തി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള മസാല ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ മധുരം ചേർക്കണില്ല. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ചുള്ള ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയും കുറച്ചും ചായപ്പൊടിയുടെ കടുപ്പ് ഇളകാനായിട്ട് അനുവദിക്കുക. ചായ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഈ മൺപാത്രത്തിലാണ് നമ്മൾ തന്തൂരി ചായ ഉണ്ടാക്കാൻ പോണത്. ഞാൻ ഇത് ആലുവ മണപ്പുറത്തു നിന്നാണ് വാങ്ങിയത്. ഈ ചട്ടിയും കലമൊക്കെ വിൽക്കുന്നവരുടെ കയ്യിൽ നിന്ന് ഇത് കിട്ടും. എന്നിട്ട് ഇത് നന്നായിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് ചൂടാക്കി എടുക്കുക. ചൂടാക്കി വരുമ്പോൾ ഇത് ലാസ്റ്റ് ഇത് നല്ല നിറം മാറി വരും. ഇച്ചിരി കടുത്ത ബ്രൗൺ കളറാവും. ബ്ലാക്കോട് ചേർന്നൊരു ബ്രൗൺ കളറാവും. ഉള്ളിൽ നിന്ന് പുക വരുന്നതൊക്കെ കണ്ടോ? അപ്പൊ ഇതായിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് ഈ ഒരു പാത്രം എടുത്ത് വെക്കുക. അങ്ങനെ നമ്മുടെ തന്തൂരി ചായ ഏകദേശം പണി പാളിയിട്ടുണ്ട്. ഞാൻ പാത്രത്തിൽ വെച്ച് ഇങ്ങനെ മൺപാത്രം അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ അതിങ്ങനെ ആ പിടി പൊട്ടിപ്പോയി. പിന്നെ എന്തായാലും ഉണ്ടാക്കിയതല്ലേന്ന് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു നോക്കിയതാണ്. അപ്പോൾ ഈ വെപ്രാളത്തിൻ്റെ ഇടയിൽ മൺപാത്രത്തിൻ്റെ ചൂടും പോയി, ഉണ്ടാക്കിയ ചായയുടെ ചൂടും പോയി. അത് നല്ല അന്തസ്സായിട്ട് ചീറ്റിയും പോയി. കിടക്കണ കിടപ്പ് കണ്ട. ഫ്ലോപ്പായെങ്കിലും ഞാനത് ഒഴിച്ച് കുടിച്ചു. ഒരു തന്തൂരി ചായയുടെ ഒക്കെ ഒരു ഏകദേശം ടേസ്റ്റ് വന്നിരുന്നു. എന്താണെന്ന് വെച്ചാൽ ആ മൺപാത്രത്തിന്റെ ഒരു സ്മോക്കി ടേസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഫ്ലോപ്പ് ആയാലും അത് വീണ്ടും ട്രൈ ചെയ്ത് ശരിയാക്കണേലല്ല ഒരു ത്രില്ല്. ഞാൻ വീണ്ടും ഒരു മൺപാത്രം മേടിച്ച് ഞാൻ വീണ്ടും തന്തൂരി ചായക്ക് ട്രൈ ചെയ്യാണ്. ഇത്തവണ ഒരു ഇച്ചിരി കട്ടിയുള്ള പാത്രമാണ് മേടിച്ചിട്ടുള്ളത്. മാത്രമല്ല ഞാൻ അതിൻ്റെ ആ ഒരു ചൂടായി വരുമ്പോൾ അതിന്മേൽ പിടിക്കാൻ കുറച്ചും കൂടി ശ്രദ്ധിച്ച് അമർത്തി പിടിച്ചാൽ ചൂടാകുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ കുറച്ചും കൂടി കട്ടിയുള്ള പാത്രമാണെങ്കിൽ കുറച്ചും കൂടി സേഫാണ്. നമ്മുടെ പുതിയ ചായ കടുപ്പൊക്കെ ഇളകി ഇങ്ങനെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായ ഉണ്ടാക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി ചായ ആക്കി മാറ്റണം നമുക്കിത്. നോക്കിയാൽ കാണാം മൺപാത്രത്തിന്റെ കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെക്കുക. ചൂടോടുകൂടി തന്നെ മാറ്റി വെക്കണം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ ചായ അതിലോട്ട് ഒഴിക്കുക. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ചൂട് ചായ ചൂട് പാത്രത്തിലോട്ട് ഒഴിക്കുന്നത് ദേ കണ്ടോ, ഇതാണ് പതഞ്ഞു വരുന്ന തന്തൂരി ചായ. ഞാൻ പറഞ്ഞതിൽ രണ്ടാമത്തെ ഐറ്റമാണ് ഇത്. നല്ല അസലായിട്ട് ചീറ്റിപ്പോയ തന്തൂരി ചായ, ഒറിജിനൽ തന്തൂരി ചായ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന തന്തൂരി ചായയുടെ അതേ ടേസ്റ്റ് തന്നെയായിരുന്നു. നല്ല സ്മോക്കി ടേസ്റ്റ്, മൺപാത്രത്തിൻ്റെ ആ ഒരു ചൊവയൊക്കെ ആയിട്ട് പിന്നെ ആ മസാല ചായയുടെ എരിവും ഒക്കെ കൂടി അടിപൊളി കിടുക്കനായിരുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദിസ് ഇസ് ഷെറിൻ സൈനിങ് ഓഫ്. ബൈ.